Boeing Crew Flight Test, or CFT. Nine, 8, 7, 6, 5, 4, 3, 2, 1. Ignition. വെറും 8 ദിവസം മാത്രം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ചിലവഴിച്ചുകൊണ്ട് തിരിച്ചുവരുന്ന ഒരു ദൗത്യത്തിനായിരുന്നു സുനിത വില്യംസും സഹയാത്രികരും ഫ്ലോറിഡയിലെ കേപ്പ് കനാവറൽ സ്പേസ് ഫോഴ്സ് സ്റ്റേഷനിൽ നിന്ന് ബോയിംഗ് സ്റ്റാർലൈനർ പേടകത്തിൽ യാത്ര തിരിച്ചത്. മാസങ്ങളായി ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിക്കിടക്കുന്ന സുനിത വില്യംസിന്റെയും ബുച്ച് വിൽമറിന്റെയും മടങ്ങിവരവ് ഇനിയും വൈകുമെന്നാണ് നാസ അറിയിച്ചിരിക്കുന്നത്. 2025 ഫെബ്രുവരിയിൽ സ്പേസ് എക്സിന്റെ ക്രൂ ഡ്രാഗൺ ക്യാപ്സ്യൂളിൽ തിരികെ എത്തിക്കുമെന്നായിരുന്നു നാസ അറിയിച്ചിരുന്നത്. ഇരുവരെയും തിരികെ എത്തിക്കാൻ ഉദ്ദേശിക്കുന്ന സ്പേസ് എക്സ് ക്രൂ ഡ്രാഗൺ സജ്ജമാകാത്തതാണ് യാത്ര വൈകാനുള്ള കാരണം. ആദ്യം നിശ്ചയിച്ചിരുന്നത് സ്പേസ് എക്സ് ക്രൂ 9 ഡ്രാഗൺ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ അതിനു പകരമായി സ്പേസ് എക്സിന്റെ ക്രൂ 10ൽ ഇരുവരെയും തിരികെ എത്തിക്കാനാകുമെന്നാണ് നാസ അറിയിച്ചിരിക്കുന്നത്. സ്റ്റാർലൈനർ ഹീലിയം ചോർച്ച, ത്രസ്റ്ററുകൾക്കുണ്ടായ സാങ്കേതിക പ്രശ്നങ്ങൾ ഇവയെല്ലാം കൊണ്ടായിരുന്നു മടക്കം അനിശ്ചിതത്വത്തിലായത്. ബഹിരാകാശ നിലയത്തിലുള്ള ഇരുവരുടെയും ജീവിതവും പരീക്ഷണ ദൗത്യങ്ങളും നമ്മൾ ചിത്രങ്ങൾ വഴി കണ്ടിട്ടുണ്ട്. എങ്കിൽ കൂടി അവരുടെ മടങ്ങിവരവ് ആശങ്ക നിറഞ്ഞതു തന്നെയാണ്. ഇപ്പോൾ ബഹിരാകാശ നിലയത്തിൽ സുനിത വില്യംസ് ക്രിസ്മസ് ആഘോഷിക്കുന്ന ചിത്രങ്ങൾ നാസ പുറത്തുവിട്ടിരിക്കുകയാണ്. നമ്മൾ ഇവിടെ ക്രിസ്മസ് ആഘോഷിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് തന്നെ ബഹിരാകാശ നിലയത്തിൽ ആഘോഷം തുടങ്ങിയതിന്റെ ദൃശ്യങ്ങളാണ് പങ്കുവച്ചത്. ഇതിനു മുമ്പേ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ദീപാവലി ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയും ആശംസകൾ അറിയിക്കുകയും ചെയ്തിരുന്നു. സ്റ്റാർലൈനർ പേടകത്തിന്റെ മനുഷ്യരെ വഹിച്ചുള്ള ആദ്യ ദൗത്യമായിരുന്നു ഇത്. സ്റ്റാർലൈനർ പേടകത്തിൽ യാത്ര ചെയ്ത ആദ്യ വനിത എന്ന നേട്ടവും ഒരു പുതിയ ബഹിരാകാശ പേടകത്തിന്റെ ആദ്യ പരീക്ഷണം നടത്തുന്ന വനിത എന്ന നേട്ടവും സുനിത വില്യംസിന് ലഭിച്ചിരുന്നു. സുനിത വില്യംസിന്റെ മൂന്നാമത്തെ ബഹിരാകാശ ദൗത്യമായിരുന്നു ഇത്.